ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഇവിടെ നിൽക്കാനായിട്ട് അമ്മയും അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെളുപ്പിനെ എണീറ്റു രാവിലെ പള്ളിയിൽ പോകാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വന്നേക്കണതുകൊണ്ട് ഞാനും അമ്മയും അമ്മമ്മയും കൂടെയാണ് ഇന്ന് പള്ളിയിൽ പോകണേ. അപ്പോൾ രാവിലെ തന്നെ ഞാനാണ് ആദ്യം എണീറ്റ് ചായയൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എണീറ്റ് വന്ന് അമ്മക്കൊരു കപ്പ് ചായ കൊടുത്തു. തേത്തമ്മക്കുള്ള ചായയും കൂടെ അമ്മയുടെ കൊടുത്തു കേട്ടോ. അമ്മ ചെന്ന് വിളിച്ച് എണീപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കഴിക്കാനായിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഞായറാഴ്ചയാണെങ്കിലും മറ്റു ദിവസങ്ങളിലായാലും ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ സൺഡേ എന്തായാലും പള്ളിയിൽ പോയിട്ടൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന്. എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ, കഴിച്ചിട്ട് പള്ളിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ടേ. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ റെഡിയാവാൻ പോയിട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് കുറച്ച് നടപ്പുള്ളതുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടന്നിട്ടോ. പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, വഴിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അന്ന് അങ്ങനെയായിരുന്നു, അന്ന് ഇങ്ങനെയായിരുന്നു, അതൊക്കെ ആയിരിക്കും കേട്ടോ പറയുന്നത്. പള്ളിയിലെത്തിയപ്പോഴത്തേക്കും ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ആളുകളെല്ലാം പോകുന്നുണ്ടായിരുന്നല്ലേ. കുർബാനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് നല്ല വെയിലായിരുന്നു കേട്ടോ. പൊരി വെയിലത്താണ് തിരിച്ച് വന്ന് കയറിയത്. തലയൊക്കെ നല്ല ചൂടായി പെരുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വന്ന പാടെ മുടിയൊക്കെ ഒന്ന് അഴിച്ച് ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം ഇരുന്നിട്ടോ. ഈ ചൂട് സമയത്ത് ഇവിടെ പുറത്തു പോയിട്ട് വന്നാലും വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആ ഫാനിൻ്റെ അടിയിലൊന്നും ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കൂളിങ്, ആഹാ. കൂളിംഗ് എന്ന് തന്നെയല്ല കേട്ടോ, കൂളിങ്ങോ ഒരു മനസ്സമാധാനമോ എന്തൊക്കെയോ. അങ്ങനെ ആ ഫീൽ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എൻ്റെ മടിയിലോട്ട് കയറി വന്നത് കണ്ണാപ്പി. രാവിലെ തന്നെ വിശപ്പിൻ്റെ വിളി വന്നതും പറഞ്ഞ് അറിയിച്ചുകൊണ്ട് വന്നതാണേ. ഞാൻ അടുക്കളയിലോട്ട് പോണ വരെ അവൾ എൻ്റെ കൂടെ ഇരിക്കും. 3 പിള്ളേരുടെ അമ്മയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറാതെ തന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അമ്മയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കിച്ചണിൽ ഇന്ന് ഭൂരിഭാഗം പണിയും അമ്മ തന്നെയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാനും തേത്തമ്മയും കൂടെ കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചൊക്കെ കൊടുത്തു സൈഡ് പിടിച്ച്. അമ്മയും തേത്തമ്മയൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ അവിടെ ചെന്നാലും എനിക്ക് സമയം പോണത് അറിയാറില്ല കേട്ടോ. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലും പഴയ കാര്യങ്ങളും അങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞിരുന്ന കുറേ സമയം പോണത് അങ്ങനെ അറിയില്ല കേട്ടോ. അങ്ങനെ സമയം പോകുന്നതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഇവർ പോകണമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പോകാൻ നേരത്ത് എനിക്ക് വിഷമമായി എന്നൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട് ദൂരെ എവിടെയാണെന്ന്. 2 സ്റ്റോപ്പ് അപ്പുറത്താണ് കേട്ടോ എൻ്റെ വീട്. എന്നാലും അവിടെ നിന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ വരുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ടാറ്റ ബൈ, സീ യു.